കൃപാസനം പത്രം മാർച്ച് 2026 പാർട്ട് 8. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോട്ടയത്തു നിന്നുള്ള അപർണയുടെ സാക്ഷ്യം. അവസാന അഭയം എന്നോണമാണ് ഞാൻ കൃപാസനത്തിൽ വന്നത്. മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ ഉടമ്പടി വഴി ഏറ്റെടുക്കുകയായിരുന്നു. ഞങ്ങൾക്കൊരു കൃപാസനം പത്രം കിട്ടുകയും അത് വായിച്ച് ഒരു അവസാന അഭയം എന്ന നിലയിലാണ് ഞങ്ങൾ കൃപാസനത്തിൽ വന്നത്. ഞങ്ങൾ 3 പെൺകുട്ടികളും അമ്മയും ഉൾപ്പെടെ അമ്മയുടെ വീട്ടിലായിരുന്നു താമസം. 12 വർഷത്തോളം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ചു. ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം പള്ളിയിലെ സിസ്റ്റേഴ്സ് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്കൊരു ഭവനം നൽകാമെന്ന് പറയുകയും നല്ലൊരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നെ എന്റെ വിവാഹശേഷം ഞാൻ പ്രഗ്നന്റ് ആയി. എനിക്ക് വേദനയില്ലാതെ പ്രസവിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഡെലിവറി സമയം ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഡെലിവറി ഡേറ്റ് ആയപ്പോൾ എന്നെ ലേബർ റൂമിൽ കയറ്റി. പക്ഷെ പിറ്റേ ദിവസമായിട്ടും എനിക്ക് വേദന ഒട്ടും വരുന്നില്ല. അവസാനം ഞാൻ മാതാവേ എന്ന ഒറ്റ വിളി വിളിച്ചു. അതിനുശേഷം യാതൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ജർമ്മനിയിൽ നിന്നുള്ള സെലിൻ വടക്കന്റെ സാക്ഷ്യം. ജർമ്മൻ വിസ തീരുന്ന ദിവസം 1 വർഷം പരിശ്രമിച്ചിട്ടും കിട്ടാത്ത വിസ ഓൺലൈൻ ഉടമ്പടി വഴി എനിക്ക് കിട്ടി. കഴിഞ്ഞ 1 വർഷമായി എന്റെ വിസ മാറ്റിയടിക്കുന്നതിന് വേണ്ടി ജർമ്മനിയിൽ കയറാത്ത ഓഫീസുകളില്ലായിരുന്നു. ഓരോ ഓഫീസിൽ കയറുമ്പോഴും അവർ എന്നോട് ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് ഓരോ പേപ്പറുകൾ മിസ്സിംഗ് ആണെന്ന് പറയും. അവർ പറയുന്ന പേപ്പറുമായിട്ട് ചെന്നാലും വീണ്ടും പേപ്പർ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിടുമായിരുന്നു. അപ്പോയിന്റ്മെന്റ് കിട്ടാത്ത പക്ഷം എനിക്ക് ജർമ്മനിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. 12 മാസം ഞാൻ വിസ ഇല്ലാതെയാണ് ജർമ്മനിയിൽ നിന്നത്. പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിബന്ധനകൾ സാധിക്കുന്നത് പോലെ ചെയ്തു. അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ എനിക്ക് വിസ തീരുന്ന ദിവസം തന്നെ വിസയ്ക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുകയും 3 വർഷത്തേക്ക് വിസ അടിച്ചു കിട്ടുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. കൊല്ലത്തു നിന്നുള്ള അംബികയുടെ സാക്ഷ്യം. 6 മാസത്തിനുള്ളിൽ എഴുതി തരാമെന്ന് പറഞ്ഞ വീടും സ്ഥലവും 12 വർഷം കഴിഞ്ഞിട്ടും ലഭിക്കാതിരുന്നപ്പോൾ ഉടമ്പടി എടുത്തു. ശേഷം നടന്നത്, ഞങ്ങളുടെ വീടും സ്ഥലവും ഒരു ബിസിനസ് നടത്തി തകർന്നതിന്റെ പേരിൽ നഷ്ടമായി. ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസം. എന്റെ അമ്മ ഒറ്റയ്ക്കായിരുന്നു താമസം. അമ്മ മരിച്ചപ്പോൾ നിങ്ങൾ കുടുംബ വീട്ടിൽ താമസിച്ചോ? അമ്മയുടെ 5 സെന്റ് സ്ഥലവും വീടും കൂടി 6 മാസത്തിനുള്ളിൽ എഴുതി തരാമെന്ന് സഹോദരങ്ങൾ പറഞ്ഞെങ്കിലും 12 വർഷമായിട്ടും അത് എഴുതി കിട്ടിയില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. 3 മാസം കഴിഞ്ഞ് എന്റെ സഹോദരങ്ങൾ സ്ഥലം മൊത്തത്തിൽ വിറ്റിട്ട് തരാമെന്ന് പറഞ്ഞു. അത് വേണ്ട, എനിക്ക് വീടും സ്ഥലവും കൂടി തന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സ്ഥലം വിൽക്കാൻ ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വ്യക്തിയെ കൊണ്ടുവരികയും 5 സെന്റ് സ്ഥലവും വീടും ഞങ്ങൾക്ക് എഴുതി കിട്ടുകയും ബാക്കിയുള്ള സ്ഥലം അവർ വാങ്ങിക്കുകയും ചെയ്തു. പഴയ വീട് പൊളിച്ച് ഒരു പുതിയ ഭവനം പണിയാനും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. തിരുവനന്തപുരം കിളിമാനൂരിൽ നിന്നുള്ള സുരേഷിന്റെ സാക്ഷ്യം. മാതാവിന്റെ കൃപയാൽ പണി പൂർത്തീകരിച്ച വീട്ടിൽ കയറി താമസിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഉണ്ടായ വ്യത്യസ്തമായ ദൈവാനുഭവം. ഞങ്ങൾ ഒരു വീട് പണി ആരംഭിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പണി ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ടി വന്നു. ആ സമയം ദുബായിൽ ജോലി ചെയ്യുന്ന എനിക്ക് ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനാൽ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ മറ്റൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് 8 ദിവസമായപ്പോൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് എന്റെ നട്ടെല്ല് പൊട്ടുകയും വലതുകാലിന്റെ ഉപ്പൂറ്റി പൊട്ടി പൊടിഞ്ഞു പോവുകയും ചെയ്തു. എന്റെ ഭാര്യ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പുതിയ കമ്പനി തന്നെ എല്ലാ ചിലവുകളും വഹിക്കുകയും എനിക്ക് നാട്ടിൽ വരാനും സാധിച്ചു. ബാങ്കിലെ ലോൺ ക്ലോസ് ചെയ്യുകയും ചിട്ടി വീഴുകയും ഒരു ഭവനം പണിയാനും സാധിച്ചു. ഹൗസ് വാമിങ്ങിന് ഞാൻ കൃപാസനത്തിൽ വന്ന് മാതാവിനെയും ഈശോയെയും ക്ഷണിച്ചു. ആ ദിവസം ആകാശത്ത് നിന്ന് ഒരു പ്രകാശം ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ മേലും പതിച്ചു. പത്തനംതിട്ടയിൽ നിന്നുള്ള ജിബിതയുടെ സാക്ഷ്യം. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരക്കടലാസാണ് ഉടമ്പടി ധ്യാനം. മലയാളിയെ താല്പര്യമില്ലാതിരുന്ന എംപ്ലോയറെ കൊണ്ട് തന്നെ മാതാവ് എന്നെ ജോലിക്കെടുപ്പിച്ചു. ഞാൻ UAEയിൽ 6 വർഷമായി ഫാർമസിസ്റ്റായി വർക്ക് ചെയ്യുന്നു. അവിടെ സാലറി 5 മന്ത്സ് ഡിലേ ആയിരുന്നു. പിന്നെ ഞാൻ പല കൺട്രികളിലേക്ക് പോകുന്നതിന് ശ്രമിച്ചെങ്കിലും എല്ലാം റിജക്റ്റ് ആയി പോയി. അവസാനം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് എക്സാം എഴുതി പാസ്സായി. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരികെ UAEയിലെത്തി. ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരക്കടലാസാണ് ഉടമ്പടി ധ്യാനം.
എന്റെ ഒരു ഫ്രണ്ട് വഴി ഓസ്ട്രേലിയയിലെ ഒരു എംപ്ലോയർ വഴി മലയാളിയെ താല്പര്യമില്ലാതിരുന്നിട്ടും എനിക്കവിടെ ജോലി ലഭിച്ചു. വൈക്കത്ത് നിന്നുള്ള അശ്വതിയുടെ സാക്ഷ്യം. ജപ്തി ഒഴിവാക്കുന്നതിന് വീട് വിൽക്കാൻ തീരുമാനിച്ച് ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് അത്ഭുതകരമായി ആ വിഷയത്തിൽ ഇടപെട്ടു. ഞങ്ങൾ വീട് പണിയുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുവെങ്കിലും തിരികെ അടയ്ക്കാൻ സാധിക്കാതെ അത് ജപ്തിയിലേക്ക് പോയി. അടുത്ത വീട്ടുകാരോട് 2 സെന്റ് സ്ഥലം എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ എടുക്കാമെന്ന് പറഞ്ഞ് അളന്ന ശേഷം നമ്മൾ ചോദിച്ച പണം തരാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. പണമടയ്ക്കാൻ മാർഗമില്ലാതായപ്പോൾ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് വെച്ച ശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ആ വീട്ടുകാർ തന്നെ വന്ന് വീടും സ്ഥലവും മുഴുവനായി കൊടുക്കേണ്ട 2 സെന്റ് സ്ഥലം അവർ എടുത്തുകൊള്ളാം എന്ന് പറയുകയും ജപ്തി ഒഴിവാക്കാൻ വേണ്ട പണം അവർ തന്നുകൊള്ളാമെന്നും ആധാരം എടുത്ത് വേറെ ബാങ്കിൽ വെച്ച് പണം എടുത്ത ശേഷം അവർക്ക് കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. ഒരു വ്യക്തി ബാങ്കിൽ വിളിച്ചു പറഞ്ഞതിന് പ്രകാരം ഇളവ് ചെയ്തു തരികയും ആ വീട്ടുകാർ പണമടച്ച് ആധാരം എടുത്തു തരികയും ചെയ്തു. തൃശൂരിൽ നിന്നുള്ള ജോസിന്റെ സാക്ഷ്യം. ഈശോയും മാതാവും എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെന്തിന് കൃപാസനം ഉടമ്പടി എടുക്കണം എന്നായിരുന്നു എന്റെ ചിന്ത. ഉടമ്പടിയിൽ സംഭവിച്ചത്. ഗൾഫിൽ റിഫൈനറിയിൽ ജോലി ചെയ്തിരുന്ന എനിക്ക് കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് 1.5 വർഷത്തോളം നാട്ടിൽ ജോലിക്ക് വേണ്ടി ഒരുപാട് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുവെങ്കിലും ഒന്നും ശരിയായില്ല. 50 വയസ്സിന് മുകളിൽ ഉണ്ടായിരുന്നതാണ് അതിന് കാരണമായി പറയുന്നത്. എന്റെ ഭാര്യ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ ജോലി ലഭിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ പറഞ്ഞത് ഈശോയും മാതാവും എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെന്തിനാണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നത് എന്നാണ്. പക്ഷെ ഇന്റർവ്യൂവിനൊന്നും വിളിക്കാതായപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് എന്നെ വിളിക്കുകയും നിങ്ങൾ ഇന്റർവ്യൂ പാസ്സായി സെലക്റ്റഡ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് വിദേശത്ത് റിഫൈനറിയിൽ റിലീവർ പോസ്റ്റാണ് കിട്ടിയത്. ഞാൻ നാട്ടിൽ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ടെക്നിക്കൽ പോസ്റ്റിലേക്ക് മാറ്റി കിട്ടി. ഇടുക്കിയിൽ നിന്നുള്ള ഹരിപ്രിയയുടെ സാക്ഷ്യം. കടുത്ത വേദന മൂലം മൾട്ടിപ്പിൾ സർജറി പറഞ്ഞ ഡിസ്ക് ബൾജിംഗ് ജോസഫ് അച്ഛന്റെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ ഒറ്റ ദിവസം കൊണ്ട് സൗഖ്യം കിട്ടി. ഞങ്ങൾക്ക് വളരെയധികം കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ഒരുപാട് കടങ്ങൾ ഉള്ളതിനാൽ മുന്നോട്ട് ഒരു ചുവട് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിന്റെ അനുഗ്രഹത്താൽ ഒരു ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് ലോൺ തരികയും മറ്റ് കടബാധ്യതകളെല്ലാം 1 മാസം കൊണ്ട് തന്നെ സെറ്റിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. കൂടാതെ എന്റെ വീട് 1 വർഷമായി വിൽക്കാൻ ശ്രമിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. ഞാൻ വെഞ്ചരിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വിൽക്കാൻ സാധിച്ചു. അതുപോലെ എനിക്ക് ഡിസ്കിന് ബൾജ് ഉണ്ടായിരുന്നു. 2 വർഷമായി നടുവേദന മൂലം ബെൽറ്റ് ഇട്ടാണ് നടന്നിരുന്നത്. ഷോൾഡർ പെയിനും ഉണ്ടായിരുന്നു. ഡോക്ടർമാർ മൾട്ടിപ്പിൾ സർജറി പറഞ്ഞു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിച്ചു. പത്തനംതിട്ട കോന്നിയിൽ നിന്നുള്ള ഷൈജ അനീഷിന്റെ സാക്ഷ്യം. കൃപാസനത്തിൽ ഉടമ്പടി എടുത്താൽ എല്ലാ കാര്യവും സാധിക്കുമെന്ന് കേട്ടത് എന്റെ കുടുംബത്തിൽ അച്ചട്ടായി. എന്റെ മകൻ ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രമിച്ചിട്ടും ഒരു ജോലി ശരിയാകുന്നില്ലായിരുന്നു. ഞങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കെ എന്റെ ഭർത്താവ് ഒരു ദിവസം ആലപ്പുഴയിൽ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യവും സാധിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മകന് വിദേശത്തേക്കുള്ള ഒരു ഇന്റർവ്യൂ വരികയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി 1000ഓളം പേർ ഉണ്ടായിരുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത്ഭുതകരമായി മകന് വിദേശത്ത് ജോലി ലഭിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് വിദേശത്ത് പോയി. 2 തവണ ബെസ്റ്റ് എംപ്ലോയിക്കുള്ള അവാർഡ് ലഭിച്ചു. അതിനുശേഷം ആ ഷോപ്പിന്റെ മാനേജറായി നിയമനം ലഭിച്ചു.